Twins News. നമസ്കാരം, ബ്രില്യന്റ് എൻട്രൻസ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് ആദ്യം. BSc നഴ്സിംഗിന് പ്രവേശന പരീക്ഷ വേണമെന്ന് കൗൺസിൽ. മെറിറ്റ് അടിസ്ഥാനത്തിൽ മതിയെന്ന് സംസ്ഥാന സർക്കാർ. നീറ്റ് UG പരീക്ഷ ഈ വർഷവും ഓഫ്ലൈനിൽ തന്നെ. നീറ്റ് PG ഓൾ ഇന്ത്യ കോട്ട മൂന്നാം ഘട്ട അലോട്ട്മെന്റ് ഓപ്ഷൻ ജനുവരി 20 വരെ, അലോട്ട്മെന്റ് 21-ന്. മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് കോച്ചിങ്ങിന് വിദ്യാസമുന്നതി സ്കോളർഷിപ്പ് അപേക്ഷ ജനുവരി 20 വരെ. UCET എൻട്രൻസ് എക്സാം ജനുവരി 19-ന്. അഡ്മിറ്റ് കാർഡുകൾ വെബ്സൈറ്റിൽ. സംസ്ഥാനത്ത് BSc നഴ്സിംഗ് കോഴ്സിന് പ്രവേശന പരീക്ഷ നടത്തണമെന്ന് ഇത്തവണയും ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആവശ്യപ്പെട്ടു. ജൂൺ 15-ന് പ്രവേശന പരീക്ഷ നടത്തണമെന്നാണ് നിർദ്ദേശം. ഓഗസ്റ്റ് 1-ന് ക്ലാസ് ആരംഭിക്കുകയും സെപ്റ്റംബർ 30-ന് പ്രവേശന നടപടികൾ പൂർത്തിയാക്കുകയും വേണം. എന്നാൽ പ്രവേശന പരീക്ഷയില്ലാതെ നിലവിലുള്ളതുപോലെ മെറിറ്റ് അടിസ്ഥാനത്തിൽ പ്രവേശനം നടത്താനാണ് സംസ്ഥാന സർക്കാരിന്റെ നീക്കം. പ്രവേശന പരീക്ഷ നടത്തിയാൽ സാധാരണക്കാരുടെ മക്കൾക്ക് പ്രവേശനം ബുദ്ധിമുട്ടാകുമെന്നാണ് ആരോഗ്യ വകുപ്പിന്റെ നിലപാട്. 2025-ലെ നീറ്റ് UG പരീക്ഷ പേന പേപ്പർ മോഡിൽ ഒറ്റ ദിവസം ഒറ്റ ഷിഫ്റ്റിൽ നടത്തും. അന്തിമ തീരുമാനം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തുവിട്ടു. റിപ്പോർട്ടിലേക്ക്. മെഡിക്കൽ പ്രവേശനത്തിനുള്ള നീറ്റ് UG പരീക്ഷ ഈ വർഷവും പഴയ രീതിയിൽ തന്നെ. പരീക്ഷ OMR രീതിയിൽ ഒരു ദിവസം ഒറ്റ ഷിഫ്റ്റായി നടത്തുമെന്ന് ദേശീയ പരീക്ഷാ ഏജൻസി വ്യക്തമാക്കി. ദേശീയ മെഡിക്കൽ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് തീരുമാനം. കഴിഞ്ഞ വർഷത്തെ പരീക്ഷയെ സംബന്ധിച്ച് വ്യാപക ക്രമക്കേട് ഉയർന്ന സാഹചര്യത്തിൽ ഇക്കുറി പരീക്ഷാ രീതിയിൽ മാറ്റം വരുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ. പരീക്ഷാ നടത്തിപ്പ് സുതാര്യമാക്കുവാൻ നിർദ്ദേശങ്ങൾ സമർപ്പിച്ച ഡോക്ടർ K രാധാകൃഷ്ണൻ കമ്മിറ്റിയും ഓൺലൈനിൽ പരീക്ഷ നടത്താനുള്ള ശുപാർശ നൽകിയിരുന്നു. ഒരു ദിവസം ഒരു ഷിഫ്റ്റിൽ പരീക്ഷ നടത്തും. 3 മണിക്കൂർ 20 മിനിറ്റാണ് പരീക്ഷ. 200 ചോദ്യങ്ങളുണ്ടാകും. പരീക്ഷയുടെ സുതാര്യതയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കാൻ നടപടിയെടുത്തെന്ന് NTA അറിയിച്ചു. നീറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കുമ്പോൾ ആധാറും ആധാർ IDയും ഉപയോഗിക്കണമെന്നും NTA നിർദ്ദേശമുണ്ട്. 2024-ലെ നീറ്റ് PG കോഴ്സുകളിലോട്ടുള്ള മൂന്നാം ഘട്ട അലോട്ട്മെന്റിനായി ഓൾ ഇന്ത്യ കോട്ട വഴി ഗവൺമെന്റ് ഡീംഡ് മെഡിക്കൽ കോളേജുകളിലെയും PG സീറ്റുകളിലേക്ക് ഓൺലൈനായി ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സൗകര്യം mcc.nic.in എന്ന വെബ്സൈറ്റിൽ ആരംഭിച്ചു. ജനുവരി 20 രാവിലെ 8 മണി വരെയാണ് സമയം. അലോട്ട്മെന്റ് 21-ന് പ്രസിദ്ധീകരിക്കും. കട്ട് ഓഫ് പെർസെന്റേജിൽ കുറച്ചതിനാൽ പുതിയതായി ലിസ്റ്റിൽ ഇടം പിടിച്ചവർക്കും ഓപ്ഷനുകൾ കൊടുക്കാം. മുന്നോക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാസമുന്നതി മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ പരിശീലനത്തിനുള്ള സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. ജനുവരി 20 വരെ kswcfc.org എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിക്കണം. ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന വിദ്യാർത്ഥികൾ അവരുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും പകർപ്പ് തിരുവനന്തപുരത്തിന് അയച്ചു കൊടുക്കുകയും വേണം. വാർഷിക വരുമാനം 4 ലക്ഷം രൂപയിൽ താഴെയുള്ള മുന്നോക്ക സമുദായ വിഭാഗത്തിൽപ്പെട്ടതും +1, +2, +2-ന് ശേഷം ഒരു വർഷം റിപ്പീറ്റ് ചെയ്യുന്നവർക്കും അപേക്ഷിക്കാം. ഡിസൈനിംഗ് മേഖലയിൽ IIT-കളിലടക്കം പ്രവേശനം ലഭിക്കുവാനുള്ള UCET എൻട്രൻസ് എക്സാം ജനുവരി 19-ന് നടക്കും. അഡ്മിറ്റ് കാർഡുകൾ ucet.iitb.ac.in എന്ന വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം. നന്ദി.